സെക്കൻഡ് ഇയർ തിയോളജി പഠിക്കുമ്പോൾ സൺഡേ മിനിസ്ട്രിക്ക് പോയത് മുനമ്പത്തൊരു പള്ളിയിലാണ്. ചെറിയ പള്ളിയാണ്. അപ്പം എന്നോട് പറഞ്ഞത് +2 കഴിഞ്ഞിട്ടുള്ള കുട്ടികൾക്ക് കാറ്റീസ് കൊടുക്കാൻ. 10 താഴെ കുട്ടികളേ ഉള്ളൂ, ഒരു റെഗുലറും അല്ല. അപ്പം അതിലൊരു പയ്യൻ, അവൻ വലിയ ഉഴപ്പാണ്, ക്ലാസ് എടുക്കാൻ സമ്മതിക്കില്ല, ആ രീതിയിലുള്ള ഷോയാണ്. പെൺകുട്ടികളൊക്കെ ഉണ്ട്, അപ്പോൾ ഒരു ചീപ്പ് ഷോയാണ് അവൻ്റെ. അപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ സഹിയായിട്ട്, പക്ഷെ പറഞ്ഞു വിടാൻ പറ്റത്തില്ല, കുറച്ച് കുട്ടികളല്ലേ ഉള്ളൂ. ഒരു ഞായറാഴ്ച ക്ലാസ് കഴിഞ്ഞപ്പോൾ ഞാൻ ആ ക്ലാസ്സിൽ പഠിക്കുന്നൊരു പയ്യനോട് പറഞ്ഞു, എടാ ഈ പയ്യൻ്റെ വീട് അറിയാം, നമുക്കൊന്ന് പോവാം. അങ്ങനെ ആ പയ്യനെയും കൂട്ടി ഞാൻ അവൻ്റെ വീട്ടിൽ പോവാണ്. അവൻ്റെ വീടെന്ന് പറഞ്ഞിങ്ങനെ കടപ്പുറം സൈഡായതുകൊണ്ട് ഉപ്പുകാറ്റൊക്കെ അടിച്ച് ഇഷ്ടിയൊക്കെ തെള്ളി ഇങ്ങനെ അതെ പ്ലാസ്റ്റിക്കൊക്കെ പോയി ഒരു പഴയ ചെറിയ വീട്. വരാന്തിൽ തന്നെ ഒരാൾ കിടപ്പുണ്ട്, അവൻ്റെ അപ്പനാ. അപ്പം രാവിലെ തന്നെ നല്ല അടിച്ച് ഫൂസായിട്ട് അങ്ങനെ കിടക്കാം, ഒരു മുണ്ട് മാത്രം എടുത്ത് കിടക്കാം. ഞാൻ വന്നപ്പോൾ അവൻ്റെ അമ്മ പുറത്തോട്ട് വന്നു, അവൻ വന്നു. അപ്പോൾ അവൻ്റെ ഒരു ട്രൗസർ മാത്രം ഇട്ടിട്ടുള്ളൂ. അവനാകെ അപ്സെറ്റായിപ്പോയി, കാരണം അവനൊട്ടും പ്രതീക്ഷിച്ചില്ല ഞങ്ങൾ വന്ന് കയറും എന്നുള്ളത്. എനിക്ക് ചായ ഉണ്ടാക്കാൻ വേണ്ടി, ചായപ്പൊടി മേടിക്കാൻ വേണ്ടി എൻ്റെ അനിയൻ പുറകുവശത്ത് ഓടുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഞാൻ കുറച്ചധികം നേരം അവിടെ ഉണ്ടായിരുന്നു, സംസാരിച്ചു. എല്ലാ കുട്ടികളുടെയും വീട്ടിലിങ്ങനെ വിസിറ്റിന് പോകുന്നുണ്ട്, അതിൻ്റെ ഭാഗമായിട്ട് വന്നതെന്നൊക്കെ പറഞ്ഞ് ഞാൻ തിരിച്ചു പോന്നു. പിറ്റേ ഞായറാഴ്ച ഞാൻ ക്ലാസ്സിൽ കണ്ടത് അവനല്ല, കംപ്ലീറ്റ്ലി മാറിയൊരു പയ്യനാണ്. കാരണം എന്താ, ഐ കോട്ട് ഹിം നേക്കഡ്. ഞാൻ അവൻ്റെ വീട്ടിൽ അവനെ കണ്ടു, അവൻ്റെ അപ്പനെ കണ്ടു, അവൻ്റെ അമ്മയെ കണ്ടു, അവൻ്റെ ലൈഫിൻ്റെ സിറ്റുവേഷൻ കണ്ടു. അവൻ ഇനി ഒന്നും മറക്കാനില്ല. അവൻ എന്താണോ അത് ഞാൻ കണ്ടു. ഈ ചേഞ്ച്ഡ്. ഇന്നത്തെ ഗോസ്പലിൽ നമ്മളതാണ് കാണുന്നത്. സക്കേവൂസിന് ആഗ്രഹം ഉണ്ടായിരുന്നു ഈശോനെ കാണണമെന്ന്, പക്ഷേ ഈ സക്കേവൂസ് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഈശോ വീട്ടിലേക്ക് വരുന്നു. ദാറ്റ് വാസ് അൺഎക്സ്പെക്റ്റഡ്. അതുകൊണ്ട് വീട്ടിൽ ഒരുക്കൊന്നും നടത്താൻ പറ്റില്ല. വീട്ടിലേക്ക് കയറുമ്പോൾ ജീസസ് കോട്ട് ഹിം നേക്കഡ്, അങ്ങനെ പറയാം. അതുകൊണ്ടാണ് പെട്ടെന്ന് അവൻ പറയുന്നത്, ഈ കാണുന്നൊന്നും എൻ്റെ അല്ല, ഒക്കെ പറ്റിച്ചെടുത്താൽ ഞാൻ പലിച്ചടക്കം തിരിച്ചു കൊടുത്തേക്കാം ഈശോയെ, ബിക്കോസ് യു സോ മീ. നമ്മളെല്ലാവരും പുറത്ത് വേഷം കെട്ടാണ്, പക്ഷെ വീടിനുള്ളിൽ ശരിക്കും നമ്മളാണ്. നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്, സംസാരിക്കുന്നത്, ഡ്രസ്സ് ചെയ്യുന്നത് ഒക്കെ ഡിഫറെൻ്റാണ്. കാരണം നമ്മളാണ് വീട്ടിൽ. ലെറ്റ് ജീസസ് കാച്ചസ് നേക്കഡ്.